ആര്യ, ഇപ്പോൾ FIR-മായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട്. 13 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആസിഫ് ഒന്നാം പ്രതി ആസിഫ് എന്ന് പറയുന്ന വ്യക്തിയാണ്. രണ്ടാമത് ഫയാസ്, മൂന്നാമത് അരവിന്ദ്, നാലാമത് വിഷ്ണു, അഞ്ചാമത് അഭിജിത്ത്, ആറാമത് ബുഹാരി, ഏഴാമത് മുസാഫിർ, അബ്ദുൽ ഷാ, അതുപോലെ തന്നെ മുഹമ്മദ്, 10ാമത് ആര്യ, 11ാമത് ബിനിൽ, 12ാമത് അഭിനാദ്, 13ാമത്തെ വ്യക്തി അൺനോൺ, അതായത് അറിയാൻ സാധിക്കാത്ത ഒരു വ്യക്തി. അങ്ങനെ 13 പേർക്കെതിരെ ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ FIR-ന്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത്. 13 പേർക്കെതിരെ 12 പേർ കണ്ടാലറിയാവുന്നവർ, അതിൽ ഒരാൾ കണ്ടാലറിയാത്ത, അങ്ങനെ 13 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ FIR-ന്റെ പകർപ്പ് ഇനി അടിയന്തരമായി ലഭിക്കേണ്ടതുണ്ട്. ആ FIR-ന്റെ പകർപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ ഗവർണർ, എല്ലാം തന്നെ FIR-ന്റെ നേരിട്ടുള്ള പകർപ്പ്. ഇപ്പോൾ നമുക്ക് ഫോണിലാണ് ഈ പകർപ്പ് ലഭിച്ചിട്ടുള്ളത്. ആ പകർപ്പിന്റെ വിവരങ്ങൾ ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് വായിക്കാൻ മാറിയാം. പൊതുവീതിയിൽ പ്രകടനങ്ങളും ജാഥകളും നടത്താൻ പാടില്ല എന്ന നിയമം നിലവിലിരിക്കെ അതിന് വിപരീതമായി SFI പ്രവർത്തകരായ 1 മുതൽ 16 വരെ പ്രതികളും കണ്ടാലറിയാവുന്ന 5 പേരും ന്യായവിരോധമായി സംഘം ചേർന്ന് തങ്ങൾ ഓരോരുത്തരും ഈ സംഘത്തിൽപ്പെട്ടവരാണ് എന്ന് അറിഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണറുടെ യാത്ര തടസ്സപ്പെടുത്തുന്നതിനും ഗവർണറുടെ ബന്ദോബസ്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിക്കൊണ്ടും ഉള്ള ഒരു നടപടി ഉണ്ടായി. 10:40 നിലവേൽ ജംഗ്ഷൻ സമീപം വെച്ച് കേരള ഗവർണർ സഞ്ചരിച്ചു വന്ന വാഹന വ്യൂഹത്തിന് നേരെ കറുത്ത കടി ഉയർത്തിക്കാട്ടി ഗവർണറുടെ വാഹനം തടഞ്ഞ് യാത്ര തടസ്സപ്പെടുത്തിയും ആയതിൽ നിന്ന് പ്രതികളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് ഗവർണറുടെ വാഹനത്തിന് സമീപമെത്താൻ എത്തുകയും ചെയ്തു. 1 മുതൽ 17 പ്രതികൾ ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവർണറുടെ വാഹനത്തിന് അടുത്തേക്ക് ഈ പ്രതികൾ എത്തി എന്നുള്ളതാണ് FIR-നും രേഖപ്പെടുത്തിയിരിക്കുന്നത്. 13 പേർക്കെതിരെയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത്. 13 പേർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നു. ആ 13 പേരും പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 13 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിലവിൽ അവരുടെ പേരുവിവരങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കാം. ഒന്നാം പ്രതി ആസിഫ്, 22 വയസ്സുള്ള ആസിഫ്, നാസർ എന്ന് പറയുന്ന വ്യക്തിയുടെ മകനാണ്. രണ്ടാമത്തെ പ്രതി ഫയാസ് മുഹമ്മദ് ഇപ്പോൾ FIR-ന്റെ പകർപ്പ് ഇവിടേക്ക് എത്തിച്ചിരിക്കുന്നു. FIR-ന്റെ പകർപ്പ് ഇപ്പോൾ ഗവർണർക്ക് മുന്നിലേക്ക് എത്തിച്ചിരിക്കുന്നു. കൊല്ലം റൂറൽ SP FIR-ന്റെ പകർപ്പ് എത്തിച്ചിരിക്കുന്നു. മൂന്നാമത്തെ പ്രതിയായിട്ടുള്ള അരവിന്ദ്, 22-കാരനാണ്, SFI പ്രവർത്തകനാണ്. 20 വയസ്സുകാരനായിട്ടുള്ള വിഷ്ണു 4ാം പ്രതി. 5ാം പ്രതി അഭിജിത്ത്. 6ാം പ്രതി FIR-ന്റെ പകർപ്പ് അദ്ദേഹം വാങ്ങിയിട്ടില്ല. അദ്ദേഹം അവിടെ നിന്ന് മാറിയിരിക്കുന്നു. അദ്ദേഹം പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടി അവിടേക്ക് മാറുകയാണ്. അതിനുശേഷമായിരിക്കും അദ്ദേഹം പോലീസുമായി കാര്യങ്ങൾ സംസാരിക്കുക. പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് പോവുക. അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മളോട് സംസാരിക്കും. അതായത് നേരത്തെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പോലീസിന്റെ ഈ SZ കാറ്റഗറിയിലുള്ള ഗവർണറുടെ സുരക്ഷ ലംഘിച്ചുകൊണ്ട് ഈ 13 പേരും ചേർന്ന് ഈ അദ്ദേഹത്തിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹത്തിലേക്ക് കടക്കാൻ ശ്രമിച്ചു. അദ്ദേഹത്തിന്റെ യാത്ര തടസ്സപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു വകുപ്പുകൾ തന്നെയാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. നിലവിൽ ഗവർണർ മറ്റൊരു വീട്ടിലേക്ക് മാറിയിരിക്കുന്നു. FIR-ന്റെ പകർപ്പ് അദ്ദേഹം കൈപ്പറ്റിയിട്ടില്ല. FIR-ന്റെ പകർപ്പ് കൈപ്പറ്റിയ ശേഷം കാര്യങ്ങൾ നമ്മളോട് പ്രതികരിക്കാം അല്ലെങ്കിൽ വിശദീകരിക്കാമെന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള അതിരൂക്ഷമായിട്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു. 10:40 മുതൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ അദ്ദേഹം ഈ കസേരയിൽ നിന്നുകൊണ്ട് 10:40 മുതൽ തുടങ്ങിയ പ്രതിഷേധങ്ങൾ ഈ കസേരയിൽ നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയതാണ്. അതിനുശേഷം അല്പസമയം മുമ്പ്, ഏതാണ്ട് സെക്കൻഡുകൾക്ക് മുമ്പാണ് അദ്ദേഹം അവിടെ നിന്ന് മാറിയത്. ഇപ്പോൾ FIR-ന്റെ പകർപ്പ് അദ്ദേഹത്തിന്റെ ഓഫീസിലെ പ്രമുഖ ചുമതലക്കാരനായിട്ടുള്ള ഹരിയസ് കാർത്തി അടക്കമുള്ള ആൾക്കാർ പരിശോധിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഈ കാര്യങ്ങൾ അദ്ദേഹത്തോട് വിശദീകരിക്കുക.